ലോകത്തെ ഭരണാധികാരികളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളാണ് MBS മുഹമ്മദ് ബിൻ സൽമാൻ. സൗദി അറേബ്യയുടെ രാജാവോ രാജകുമാരനോ രാജാവ് തന്നെ പറയാം. എന്തൊക്കെ മാറ്റങ്ങളാണ്, ട്രമൻഡസ് ചേഞ്ചസ് ആണ് സൗദിയിൽ വരുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു ജെന്നിഫർ ലോപ്പസിൻ്റെ വേണമെങ്കിൽ ബിക്കിനി പോലത്തെ ഒരു വേഷമിട്ട് നടത്തുന്ന നൃത്തം സൗദി അറേബ്യയിൽ. ഒരു കാലത്ത് ഏറ്റവും വലിയ ഇസ്ലാമിക നിയമങ്ങൾ നടപ്പാക്കുന്നു എന്ന് പറയുന്ന ഏറ്റവും പിന്തിരിപ്പൻ എന്ന് പറയുന്ന ഒരു രാജ്യം വാതിലുകൾ മലർക്ക തുറക്കുകയാണ്. കാറ്റും വെളിച്ചവും ഒക്കെ കയറി വരുന്നത്. സൗദിയിലെ ഈ മാറ്റങ്ങളെ മാഷ് എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ സൗദി അറേബ്യയിൽ 2017 മുഹമ്മദ് ബിൻ സൽമാൻ, അല്ലെങ്കിൽ കുറച്ചുകൂടി അറിയപ്പെടുന്ന MBS എന്നുള്ള പേരിലാണ് അദ്ദേഹം 2017 അവിടുത്തെ ക്രൗൺ പ്രിൻസ് ആയിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്. ഇപ്പോൾ പ്രാക്ടിക്കലി ഫോർ ഓൾ പ്രാക്ടിക്കൽ പർപ്പസസ് ഈസ് ദി കിങ് എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ അവിടെ വളരെയധികം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്, പ്രത്യേകിച്ച് ഇൻ കണക്ഷൻ വിത്ത് വിമൻസ് റൈറ്റ്സ്, ജെൻഡർ മിക്സിങ്, എൻ്റർടൈൻമെൻറ്റ്, പിന്നെ ഫ്രീ എഡ്യൂക്കേഷൻ, പിന്നെ സബ്സിഡൈസ്ഡ് ഫുഡ് ആൻഡ് ഇലക്ട്രിസിറ്റി ആൻഡ് ഹെൽത്ത് കെയർ, അങ്ങനെ എല്ലാ മേഖലയിലും അദ്ദേഹം മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു മാറ്റം വരുത്തുമ്പോൾ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ he is the traditional custodian of Mecca and Medina, the two holiest cities of Islam. അതുകൊണ്ട് ഇസ്ലാം മുഴുവനും ശുദ്ധ നാടുകളാണല്ലോ. അതെ. അപ്പോൾ ഇസ്ലാം മുഴുവനും അദ്ദേഹത്തെ മാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. അദ്ദേഹം ഇങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരുമ്പോൾ ഇസ്ലാമിക ലോകം മുഴുവനും അതിന് അംഗീകാരം കൊടുക്കാൻ സാധ്യതയുണ്ട്. ഇറാനൊക്കെ ഒഴികെ ഇറാൻ ഒഴികെ. ഇറാനെ പിന്നെ ഇതൊന്നും ബാധിക്കില്ല. ഇറാന് വേറെ ഒരു ടൈപ്പാണല്ലോ. അതെ, ഇപ്പോഴും കാട്ടറബി ലോകത്തേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നു. അതെ അതെ. പിന്നെ അല്ല, മാത്രമല്ല സാർ, ഇറാനെ സംബന്ധിച്ച് അവര് MBS ഉൾപ്പെടെ സൗദി അറേബ്യയാണ് യഥാർത്ഥത്തിൽ അവരുടെ ഏറ്റവും വലിയ ശത്രുത. ഇപ്പോഴും ഈ ഇറാന്റെ പ്രോക്സി ആയിട്ടുള്ള ഭീകരവാദികൾ മക്കയ്ക്കും മദീനയ്ക്കും നേരെ കൂത്തികൾ മിസൈലയക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ എന്തായാലും ഇറാനൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ഈ ഇസ്രായേൽ സൗദി അറേബ്യ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ദർ ഈസ് ഓൺലി വൺ റീസൺ, MBS എന്ന് പറയുന്ന ഈ ക്രൗൺ പ്രിൻസ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ മാറ്റങ്ങൾ പലത് അവിടെ വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ അദ്ദേഹം ബേസിക്കലി ഹീസ് എ ഗ്രാജുവേറ്റ് ഫ്രം കിങ് ഫാദ്, ലോ ഗ്രാജുവേറ്റ് ഫ്രം കിങ് ഫാദ് യൂണിവേഴ്സിറ്റി. പിന്നെ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മോഡറേറ്റ് ഇസ്ലാം മതി. ഇനി പഴയ പോലത്തെ അഗ്രസീവ് നേച്ചർ, വയലൻറ്റ് നേച്ചറൊന്നും അവിടെ ഒരു കാരണവശാലും വേണ്ട. ദ ലാസ്റ്റ് ബിറ്റ് ഓഫ് എക്സ്ട്രീമിസം ഷുഡ് ബി എറാഡിക്കേറ്റഡ്. അതിൻ്റെ ഇനി വേരോടെ പിഴുതു മാറ്റണം എക്സ്ട്രീമിസം എന്നുള്ള അഭിപ്രായക്കാരനാണ് അദ്ദേഹം. ആ രീതിയിലാണ് അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 70% ഓഫ് ദി പീപ്പിൾ ഓഫ് സൗദി അറേബ്യ അവർ 30 വയസ്സിൽ താഴെയുള്ളവരാണ്. അവർക്ക് ഇനിയുള്ള 30 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷമായിട്ട് നടക്കാനായിട്ട് കഴിയുന്നു. യങ് നേഷനാണ്. അതെ, യങ് നേഷൻ. അപ്പോൾ അവർക്ക് സന്തോഷമായിട്ട് ജീവിക്കാനും അവർക്ക് നല്ലൊരു ഭാവി വരാനുമായിട്ടാണ് ഇനി ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അദ്ദേഹം വൻ മാറ്റങ്ങൾ വരുത്തുന്നതിൽ ഒരു മാറ്റം ഇപ്പോൾ കൊണ്ടുവരുന്നത് നിയോം സിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഏകദേശം 2 മില്യൺ പീപ്പിൾ, 2 ദശലക്ഷം ആൾക്കാരെ താമസിപ്പിക്കാൻ പറ്റുന്ന ഒരു ഹൗസിംഗ് പരിപാടി ആരംഭിക്കുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞാൽ ഫ്ലോട്ടിംഗ് ആണ്, കടലിലാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം. അപ്പോൾ ആ രീതിയിൽ ഇങ്ങനത്തെ ചേഞ്ചസ് അവിടെയും വരുന്നു. പിന്നെ ഇങ്ങനെയൊക്കെ ഒരു കാഴ്ചപ്പാടിൽ മാറ്റം വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ഒരു രാജ്യമായിട്ട് മുന്നോട്ട് പോയാലേ ഇനി രക്ഷയുള്ളൂ എന്ന് അദ്ദേഹത്തിന് തോന്നുന്നു. കാരണം പെട്രോളും വെച്ചുകൊണ്ടിരുന്നിട്ട് ഇനി കാര്യമില്ല, അതിന്റെ കാലം കഴിയാറായി. ഫോസിൽ ഫ്യൂവൽസിന്റെ കാലം കഴിയും. അതെ. അപ്പോൾ ഒരു 2008 റേറ്റൊക്കെ തന്നെയാണ് പെട്രോളിന് ഇപ്പോഴും ഉള്ളത്. വലിയ വിലക്കയറ്റമൊന്നുമില്ല. പണ്ട് 1973 യോം കിപ്പർ വാർ നടക്കുന്ന സമയത്തൊക്കെ അവർക്ക് ഇഷ്ടംപോലെ വില കൂട്ടാമായിരുന്നു. ഒപ്പക്ക് തീരുമാനിക്കുന്നതനുസരിച്ച് അങ്ങ് വില കയറ്റായിരുന്നു. ഇസ്രായേലിനോട് സൗഹൃദമുള്ളവർക്കൊക്കെ 3 ഇരട്ടി വരെയൊക്കെ റേറ്റ് ആക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ ഇവരാരും പിടിച്ചു കഴിഞ്ഞാൽ പെട്രോളിന്റെ പ്രൈസ് കൂട്ടാൻ ഗ്ലോബൽ പ്ലെയർ എന്ന തരത്തിലേക്ക് വെനസ്വേലയും റഷ്യയും ഒക്കെ എമർജ് ചെയ്തു വന്നു. ഈവൻ അമേരിക്കയ്ക്കും കുറെ സാധനങ്ങളൊക്കെ. അതെ. അത് മാത്രമല്ല, ഇപ്പോൾ ഈ ട്രംപിന്റെ പോളിസിയുടെ ഭാഗമായി അദ്ദേഹം 4-5 പ്രയോറിറ്റീസ് പറഞ്ഞതിനകത്ത് ഒന്ന് പറഞ്ഞ് ഡ്രിൽ ഫോസിൽ ഫ്യൂവൽസിനെ മാക്സിമം ഡ്രില്ല് ചെയ്ത് യൂട്ടിലൈസ് ചെയ്യാം. അവർക്കെന്താ ഷെയിൽ ഗ്യാസ് അങ്ങനത്തെ കുറെ. അതുകൊണ്ട് അമേരിക്കയും ദേ ഡോണ്ട് ഹാവ് ടു ഡിപെൻഡ് ഓൺ ദി ഗൾഫ്. അതാ ഇപ്പോഴത്തെ അവസ്ഥ. അല്ല, വേറെ കാര്യമുണ്ട്. MBSനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ കാണാതെ പോകാൻ പറ്റാത്ത ഒരു കാര്യമുണ്ട്, ദുബായ് രാജാവിൻ്റെ കാര്യം. കാരണം അവർക്ക് ഓയിൽ റിസോഴ്സ് ഇല്ല. അതുകൊണ്ട് തന്നെ പണ്ടേ എത്രയോ കാലങ്ങൾക്ക് മുമ്പേ അവർ ലോകത്തിൻ്റെ മുന്നിൽ
ഒരു യൂറോപ്യൻ രാജ്യത്തെ വെല്ലുന്ന സൗകര്യങ്ങളും സ്വാതന്ത്ര്യമുള്ള ഒരു എമിറേറ്റ് ആണ് ദുബായ്. ഇപ്പോൾ UAE എല്ലായിടത്തും ആയിട്ടില്ല. പക്ഷേ UAE-യിൽ അബുദാബിയിൽ ഉള്ള അവിടുത്തെ ഭരണാധികാരിയാണ് അദ്ദേഹത്തിൻ്റെ റോൾ മോഡൽ. അദ്ദേഹത്തെയാണ് ഇങ്ങനെ എല്ലാത്തിനും മാതൃകയാക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് കാര്യങ്ങൾ വളരെയധികം മാറ്റം വരുന്നു. പിന്നെ ഇങ്ങനെ ഒരു മാറ്റത്തെ പറ്റി ചിന്തിക്കാൻ ഓഫ് കോഴ്സ് പെട്രോളിനെ പറ്റി അധികം പ്രതീക്ഷയില്ല എന്നുള്ള കാര്യമാണ് ഒന്ന്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈന, ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങൾ ഇപ്പോൾ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് വാഹനങ്ങൾ ഓടിക്കുന്ന ലൈനിലേക്ക് വരികയാണ്. അപ്പോൾ ഈ പെട്രോളിൻ്റെ ആവശ്യം ചൈനയിലും ഇന്ത്യയിലോ കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പെട്രോളിന് മാത്രമല്ല നമ്മൾ ഹൈഡ്രജൻ ഇന്ധനമാക്കുന്ന ട്രെയിനുകൾ, കാറുകളൊക്കെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ. അതെ. അപ്പോൾ ആ മാറ്റങ്ങളൊക്കെ അവരെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. ചൈനയും ഇന്ത്യയും ബാക്കി രാജ്യങ്ങളൊക്കെ അങ്ങനെ ആ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അമേരിക്കയ്ക്കും റഷ്യയ്ക്കും വെനസ്വേലയ്ക്കൊക്കെ ഇഷ്ടംപോലെ ഈ പറയുന്ന ഓയിലും ഗ്യാസൊക്കെ ഉള്ളതുകൊണ്ട് ഇനിയിപ്പോൾ ഗൾഫിനെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന കാലം കഴിഞ്ഞു. അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് കാര്യമില്ല. പിന്നെ അവിടുത്തെ നിയമങ്ങളൊക്കെ വളരെയധികം മാറ്റിമറിക്കുന്നുണ്ട്. ഇപ്പോൾ സ്ത്രീക്കും പുരുഷനും ഒരു ഹോട്ടലിൽ താമസിക്കണമെങ്കിൽ അവരുടെ ബന്ധം എന്താണെന്ന് കാണിക്കുന്ന രേഖകളൊന്നും വേണ്ട. പണ്ട് ഇവർ ഭാര്യ ഭർത്താക്കന്മാരാണെന്നോ അല്ലെങ്കിൽ ആ ബന്ധം കാണിക്കാനൊരു സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു. ഇപ്പം അതില്ല. സൗദി അറേബ്യയിൽ ഏത് ഹോട്ടലിൽ പോയിട്ടും സ്ത്രീക്കും പുരുഷനും താമസിക്കാം. സ്ത്രീക്കും പുരുഷനും അവരുടെ ഐഡന്റിറ്റി കാർഡ് വേണം, അല്ലാതെ അവർ തമ്മിലുള്ള ബന്ധം കാണിക്കാനുള്ള സർട്ടിഫിക്കറ്റ് വേണ്ടായിരുന്നു. പറഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും പോയി. നമ്മുടെയൊക്കെ നാട്ടിലുള്ളത് പോലെ അല്ല, നമ്മുടെ നാട്ടിൽ പോലും അത് സമീപകാലത്താണ് ലീഗലായത്. കാരണം അതിനു മുമ്പ് ആരെങ്കിലും ഒരു സ്ത്രീയും പുരുഷനും ഒരുമിച്ച് താമസിച്ചാൽ അപ്പോൾ റെയ്ഡ് ഒക്കെ ആയിട്ട് വരുവായിരുന്നു. സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവ് വന്നതിന് ശേഷമാണ് അത് മാറിയത്. ഈ നിയമം അനുകൂലമാണെങ്കിൽ പോലും പോലീസുകാർ വന്ന് എന്തെങ്കിലും പ്രശ്നം സൃഷ്ടിക്കാനായിട്ട് ശ്രമിക്കും. അല്ല, ഇപ്പൊ അത് സുപ്രീം കോടതി ഉത്തരവ് വന്നോട് തീർന്നു. കാരണം പോലീസുകാരന് പണി കിട്ടുന്നതായി. അപ്പോൾ അങ്ങനെ ഹോട്ടലിലെ കാര്യങ്ങൾ അങ്ങനെയായി. പിന്നെ സ്ത്രീകളുടെ പഴയ കറുത്ത വസ്ത്രമൊക്കെ അവിടെ ഡിസപ്പിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ബ്യൂട്ടി കോൺടെസ്റ്റ്, ഡ്രൈവിംഗ്, സിനിമ ലൈസൻസ്, അതെ, സിനിമ എല്ലാം വെസ്റ്റേൺ കൺട്രീസ് പോലെയൊക്കെയാണ്. അപ്പോൾ ഈ വെസ്റ്റേൺ കൺട്രീസായിട്ട് ആ രീതിയിൽ പോകാനുള്ള ഒരു ശ്രമം ആണ്. എല്ലാവരും ഇവരെ വെസ്റ്റേൺ കൺട്രീസായിട്ട് യോജിച്ച് പോകാം. അതനുസരിച്ച് ബിസിനസ്സുകൾ ഡെവലപ്പ് ചെയ്യുക, മറ്റ് മാർഗ്ഗങ്ങളിലേക്ക് ഡൈവേഴ്സിഫൈ ചെയ്യുക, പെട്രോളിനെ മാത്രം ആശ്രയിക്കാതെ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വലിയ വലിയ വൻ ചേഞ്ചസ് വരുന്നത്. പിന്നെ അവർ ഓസ്ട്രിറ്റി മെഷേഴ്സ് എന്നൊക്കെ പറയുന്നുണ്ട്, ചിലവ് ചുരുക്കലും മറ്റു കാര്യങ്ങളൊക്കെ. പക്ഷേ സൗദി അറേബ്യയിൽ വളരെ ശ്രദ്ധ പിടിച്ചു പറ്റിയൊരു കച്ചവടം നടന്നായിരുന്നു. ഒരു സൗദിക്കാരൻ പോയിട്ട് സാൽവറ്റോർ മണ്ടി എന്ന് പറഞ്ഞിട്ട് ഒരു പോർട്രേറ്റ്, അത് ലിയനാർഡോ ഡാവിഞ്ചി വരച്ചതാണ്. ആ പടത്തിന് വേണ്ടിയിട്ട് $450 മില്യൺ കൊടുത്തു. അപ്പോൾ ഇത്രയും തുക ആര് കൊടുക്കും എന്നൊക്കെ ആദ്യം അത് ചർച്ചയായിരുന്നു. പക്ഷേ ഇത് പോയി വാങ്ങിച്ച് $450 മില്യൺ കൊടുത്ത് ഈ സാൽവറ്റോർ മണ്ടി എന്ന് പറയുന്ന പടം അല്ലെങ്കിൽ ചിത്രം വാങ്ങിച്ച ആള് അങ്ങേര് ഒരു ബേനാമിയായിരുന്നു. വാസ്തവത്തിൽ ഈ മുഹമ്മദ് ബിൻ സൽമാൻ്റെ ബേനാമിയായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് ഈ MBS ആണിത് വാങ്ങിച്ചതെന്ന് പറഞ്ഞതോടുകൂടി ഭയങ്കര ക്രിറ്റിസിസം വരാൻ തുടങ്ങി. അൽ ജസീറയൊക്കെ വളരെയധികം ഇത് ആൻറ്റി ഇസ്ലാമിക് ആണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതിൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ, ഫ്രാൻസിൽ അല്ല പാരീസിൽ ലൂവർന്നോ മറ്റോ പറഞ്ഞിട്ടൊരു മ്യൂസിയം ഉണ്ട്, അത് പ്രശസ്തമാണ്. അപ്പോൾ പാരീസിൽ പോകുന്ന എല്ലാവരും ആ മ്യൂസിയത്തിൽ കയറും. അവർ കയറുന്നത് ഒരു അവിടെയുണ്ട് ഈ പറഞ്ഞ പോലത്തെ ഒരു പെയിൻറ്റിങ്, അവരുടെ ഒരു സുന്ദരിയായ സ്ത്രീയുടെ അവരുടെ പേര് ഞാൻ മറന്നുപോയി. ആ ഒരു പോർട്രേറ്റ് കാണാൻ വേണ്ടിയിട്ട് മാത്രം മൊണാലിസ ഞാൻ പേര് മൊണാലിസയുടെ പെയിൻറ്റിങ് കാണാൻ വേണ്ടിയിട്ട് മാത്രം ഈ പാരീസിൽ പോകുന്നില്ല. പാരീസിലെ ടൂറിസ്റ്റ് ആണെങ്കിൽ അവർ നിർബന്ധമായിട്ടും ഈ മ്യൂസിയത്തിൽ. അത് നമ്മുടെ ഡാവിഞ്ചി കോഡ് എന്നുള്ള നോവലില്ലേ, അതിനകത്ത് കഥ നടക്കുന്ന മുഴുവൻ ഈ മ്യൂസിയത്തിലാണ്. അപ്പോൾ അവിടെ അത്രയും ടൂറിസ്റ്റിന് അവർക്ക് ഈ ഒരു ഒറ്റ പെയിൻറ്റിങ് വെച്ച് അട്രാക്ട് ചെയ്യാമെങ്കിൽ ഇതും ലിയനാർഡോ ഡാവിഞ്ചിയുടെ ഒരു വേൾഡ് ഫേമസ് പോർട്രേറ്റ് ആണ്. ഈ പെയിൻറ്റിങ് കാണാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ വരും. അതുകൊണ്ടാണ് ഇതിന് ഇത്രയും പണം മുടക്കിയെന്ന് പറഞ്ഞ് ഹി ജസ്റ്റിഫൈഡ് ദാറ്റ്. അത് തന്നെ സൗണ്ട്സ് റീസണബിൾ ആൻഡ് ലോജിക്കൽ. അപ്പോൾ അതാണ് ഒരു പ്രശ്നം. പിന്നെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ അദ്ദേഹം സ്വാതന്ത്ര്യം ഇത്രയും കൊടുക്കുന്നുണ്ട്. സ്വാതന്ത്ര്യം കൊടുക്കുന്ന കൂട്ടത്തിൽ തന്നെ കടുത്ത തീരുമാനങ്ങൾ എടുക്കാനും കഴിവുള്ള, അതായത് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്തിരുന്ന ഒരു സൗദി ജേർണലിസ്റ്റ് ഉണ്ടായിരുന്നു, ജമാൽ ഖഷോഗി. അദ്ദേഹത്തെ അവിടെ സൗദി കോൺസുലേറ്റ് ഇൻ ഇസ്താംബുൾ ആണെന്ന് തോന്നുന്നു. അവിടെ വെച്ച് അദ്ദേഹത്തെ
കൊന്നളഞ്ഞതൊക്കെ അറിയാലോ നമുക്ക്. അങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ തീരുമാനങ്ങൾ അല്ല, അതിപ്പോ അതൊക്കെ സ്വാഭാവികമാണ്. ലോകത്തെപ്പാടുള്ള ഭരണാധികാരികൾ പലപ്പോഴും അത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അവിടുത്തെ രീതി അത് നമ്മൾ ഈ പറഞ്ഞു അത് മോശപ്പെട്ട കാര്യമാണെന്ന് പറയുമ്പോൾ തന്നെ ഈ കൺസർവേറ്റീവ് ആയിരുന്ന ഒരു നിലപാടുകളിൽ നിന്ന് മാറിയിട്ട് ഒരു ജനതയ്ക്ക് മുഴുവൻ സ്വാതന്ത്ര്യം കൊടുക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ സ്വാതന്ത്ര്യം കൊടുക്കുമ്പോൾ തന്നെ വേറെ ചില അഭിപ്രായം കൂടി പറയുന്നുണ്ട്. അത് സ്വാതന്ത്ര്യം കൊടുത്തോ പിന്നെ ഈ മതപരമായ നിഷ്കർഷകളൊക്കെ വേണമെങ്കിൽ മാറ്റിവെച്ചോ. പക്ഷെ ഒരു കാര്യം ഓർത്തിട്ട് വേണം, അൻവർ സാദത്ത്, ഷാ ഓഫ് ഇറാൻ, ഷെയ്ഖ് ഹസീന, ഇവരുടെയൊക്കെ കാര്യം ഒന്ന് ഓർത്തിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാനെന്ന് ചിലരൊരു ഉപദേശം കൊടുക്കുന്നുണ്ട്. കാരണം അൻവർ സാദത്തിൻ്റെയൊക്കെ അറിയാമല്ലോ, നൊബേൽ പ്രൈസ് വരെ നേടിയ ആളാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഗതി എന്തായിരുന്നു നമുക്കറിയാം. പിന്നെ ഷാ ഓഫ് ഇറാൻ എന്തോരം നാൾ ഇറാനിൽ എന്തെല്ലാം പക്ഷേ അതൊരു പൊളിറ്റിക്കൽ സിനാറിയോ വേറെയല്ലേ. അവിടെയൊക്കെ ഈ പറഞ്ഞതുപോലെ ഈ ഈജിപ്തിലാണേലും ബംഗ്ലാദേശിലാണേലും ലേറ്റസ്റ്റ് അവിടെയൊക്കെ പ്രതിപക്ഷ പാർട്ടി എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു. ഈ ഗൾഫ് രാജ്യങ്ങളിൽ അങ്ങനൊന്നുമില്ല. അല്ല, ഈജിപ്തിലിപ്പോൾ അൻവർ സാദത്തിൻ്റെ കേസ്, അതേപോലെ ഇറാനിലെ ഷായ്ക്ക് അന്ന് പറയത്തക്ക പ്രതിപക്ഷമൊന്നുമില്ലല്ലോ. പക്ഷേ അദ്ദേഹം ഒരുപാട് സെക്യുലർ ഇത് കൊണ്ടുവന്നു. അത് വന്നു കഴിഞ്ഞപ്പോൾ ഇമാംമാർക്കും ഇസ്ലാമിക കലാപം ഉണ്ടായി, അതിന്റെ കൂടെ കമ്മ്യൂണിസ്റ്റുകാർ ചേർന്നു. അങ്ങനെയാണ് ഇറാനിൽ അട്ടിമറി നടക്കുന്നത്. അത്തരം ഒരു സാഹചര്യം എന്തായാലും സൗദിയിലും ഗൾഫ് രാജ്യങ്ങളിലും ഇല്ല. ഈ പറഞ്ഞ പോലെ ഒരു പ്രതിപക്ഷം എന്ന് പറയുന്ന ഒരു സംഭവമില്ല. പ്രതിപക്ഷം അവിടെ റിലിജ്യൻ പ്രതിപക്ഷത്തേക്ക് മാറുമെന്നുള്ളതാണ്. പക്ഷെ പ്രശ്നമില്ല, അതൊരു ഘടകമാണ്. അതോടൊപ്പം തന്നെ ഈ റിലിജ്യൻ എന്ന് പറയുന്നത് കിങ് തന്നെയാണ്, അല്ലേ? ആണ്. പക്ഷേ എതിർപ്പ് വന്ന് കഴിഞ്ഞാൽ മാത്രമല്ല MBSന്റെ മുന്നിൽ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന രാജ്യങ്ങളിലെ ചരിത്രം ഒരു പാഠപുസ്തകം പോലെയുണ്ട്. അതെങ്ങനെ സംഭവിച്ചു എന്ന് മനസ്സിലാക്കാനുള്ള ശേഷിയും ഒക്കെ അദ്ദേഹത്തിനുണ്ട്. ശേഷിയുണ്ട്. ഈസ് വെരി യങ്. പക്ഷെ ചിലപ്പോൾ ഒരു മുന്നേറ്റം അങ്ങോട്ട് വന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ പിടിച്ചു നിർത്താൻ പ്രയാസമാണ് ഈ രാജ്യങ്ങളിൽ. പക്ഷെ അതൊക്കെ സാധ്യത ഈ ഗൾഫ് രാജ്യങ്ങളിൽ അതിനുള്ള സാധ്യത തുലവും വിരളമാണെന്നാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ലിബിയ 42 years അടക്കി ഭരിച്ചിരുന്ന ഒരു കേണൽ ഗദ്ദാഫി. പക്ഷെ അയാൾ ഈ പറയുന്ന പോലെ ഗദ്ദാഫി ഈ പറഞ്ഞതുപോലെ ഒരു മനുഷ്യ സ്നേഹത്തിൻ്റെ ഒന്നൊരു മുഖം പുള്ളിക്ക് ഉണ്ടായിരുന്നില്ല. ഒരു ഭയങ്കര ഓട്ടോക്രാറ്റ് ആയിരുന്ന ഒരു ഡിക്റ്റേറ്റർ ആയിരുന്നു. MBSനെ ഒന്നും ഡിക്റ്റേറ്റർ എന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ. ഇല്ല. പക്ഷേ അല്ല, ചരിത്രത്തിൽ നിന്ന് പാഠങ്ങൾ എല്ലാ ഭരണാധികാരികളും പഠിക്കണം. ഈ മതപരമായ പ്രശ്നം വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ പെട്ടെന്നൊരു ആൾക്കാർ റീതിങ്കിങ് വന്നാലാണ് പ്രശ്നം. അല്ല, അങ്ങനെയാണെങ്കിൽ ദുബായിൽ എത്രയോ കാലമായി, ദുബായിൽ എത്രയോ കാലമായി, പതിറ്റാണ്ടുകളായില്ലേ ദുബായി ഇങ്ങനെ ഒരു പടിഞ്ഞാറൻ രാജ്യം പോലെ നിൽക്കുന്നത്. ഈവൻ ബഹ്റിൻ പോലും വളരെ ലിബറലായ രാജ്യമാണ്. പിന്നെ ഇവിടെയൊക്കെ ഈ പറഞ്ഞോണം UAE-യിലായാലും സൗദിയിലായാലും അതേപോലെ ഈജിപ്തിലായാലും ഒക്കെ അമേരിക്കൻ വെസ്റ്റേൺ ഇൻഫ്ലുവൻസ് കുറെ കൂടുതലുണ്ട്. അത് മാത്രമല്ല സാർ, എനിക്ക് തോന്നുന്നു ഈ മതത്തിൻ്റെ ചട്ടക്കൂടിൽ നിൽക്കുന്ന ആളുകൾ, ഫണ്ടമെന്റലിസ്റ്റുകൾ എന്ന് പറയുന്ന ആളുകൾ എല്ലായിടത്തും വളരെ കുറവായിരിക്കും. ഒരു മൈക്രോസ്കോപ്പിക് ആയിരിക്കും. സൗദിയിലൊക്കെ ഫണ്ടമെന്റലിസം ആയിരുന്നല്ലോ. അല്ല സാർ, മറ്റൊന്നും സാർ തന്നെ പറഞ്ഞ കാര്യമുണ്ട്. ലോകത്ത് ഏറ്റവും യങ്ങർ ജനറേഷനാണ് സൗദിയിൽ ബാക്കി നിൽക്കുന്നത്. അവർക്ക് മതമൊന്നുമല്ല, അവർക്ക് പുതിയ വിദ്യാഭ്യാസം, പുതിയ ടെക്നോളജി, പുതിയ സ്വാതന്ത്ര്യത്തിൻ്റെ പുതിയ ചക്രവാളങ്ങൾ ലോകത്തെമ്പാടും ഇപ്പം തുറക്കുകയല്ലേ. ഇത് ഇന്റർനെറ്റിലൂടെ വന്നുകൂടി ലോകം എങ്ങനെ മാറുന്നു എന്ന് ഈ യൂത്ത് കാണുന്നുണ്ട്. യൂത്തിനെ ഇപ്പം ബംഗ്ലാദേശിലൊക്കെ എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിലെ ആളുകൾക്ക് അരി മേടിക്കാൻ കാശില്ല. അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ലോകത്ത് എന്ത് നടക്കുന്നു എന്ന് അവർ കാണുന്നില്ല. അത് വലിയ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രോവർട്ടി ഒരു വലിയ ഘടകമായിരുന്നു ബംഗ്ലാദേശിൽ. ലോകത്ത് നടക്കുന്ന മാറ്റങ്ങൾ അവർ അറിയുന്നത്. പക്ഷേ ഗൾഫ് രാജ്യങ്ങളിലല്ല. അവർക്ക് ഏറ്റവും വലിയ സംവിധാനങ്ങൾ, പുതിയ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ഫോണുകളൊക്കെ ഉണ്ട്. അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവരെ അത്ര പെട്ടെന്ന് ഡ്രൈവ് ചെയ്യാൻ ഫണ്ടമെന്റലിസ്റ്റുകൾക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫണ്ടമെന്റലിസ്റ്റുകൾക്ക് കഴിയാതിരിക്കട്ടെ, അല്ല, ലോകം മാറുന്നു. അതിനൊരു പക്ഷേ എനിക്ക് തോന്നുന്നത് ലോകത്തിലെ ഏറ്റവും ചെറുപ്പക്കാരനായ ഭരണാധികാരിയും MBS ആണെന്ന് അല്ലേ. നോക്കിയിട്ട് ഇപ്പം നമ്മൾ ജോർജിയ മിലോനിയെ പോലെയുള്ള ഇറ്റലിയിലെ അവരും ഒരു 40-45 ഒക്കെ ആണെന്ന് തോന്നുന്നു. MBSന് അത്രയും പോലും ഇല്ലെന്ന് തോന്നുന്നു. ഏറ്റവും ചെറുപ്പക്കാരനായ ഒരു ലീഡർ. സംടൈംസ് ഹി വിൽ ലീഡ് ദ ഹോൾ വേൾഡ്. ലോകത്തെ മുഴുവൻ നയിക്കാൻ പോകുന്ന ഒരു ഭരണാധികാരി. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഗൾഫ് രാജ്യത്തേക്ക് അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആദ്യത്തെ നൊബേൽ പ്രൈസ് കൊണ്ടുവരാൻ പോകുന്നത് MBS ആയിരിക്കും. ഒരുപക്ഷെ അത് സംഭവിക്കാം.
അല്ല ഗൾഫ് രാജ്യങ്ങളിൽ നേരത്തെ നൊബേൽ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻവർ സദാത്തിനൊക്കെ കിട്ടി. ഈജിപ്ത് കിട്ടിയില്ല, അതിൽ ഗൾഫ് എന്ന് പറയാൻ ഗൾഫല്ല, ഞാൻ ഗൾഫിലെ ഗൾഫ് ദുബായ് അല്ല ഗൾഫ് മേഖലയിലെ മിഡിൽ ഈസ്റ്റ് അവിടുത്തെ ഭരണാധികാരികൾക്കൊന്നും നൊബേൽ പ്രൈസ് കിട്ടിയിട്ടില്ല. അവിടെ അറാഫത്തിന് കിട്ടിയിട്ടുണ്ട്. അതല്ലാതെ എനിക്ക് തോന്നുന്നത് സൗദി കിങ്ങിനായിരിക്കും ആ ലോകത്ത് വലിയ മാറ്റങ്ങൾ നിലനിന്ന് പോയി കഴിഞ്ഞാൽ നൊബേൽ പ്രൈസ് പോലും അർഹനാണ്. അതെ അതെ. എനിവേ MBSന് നമുക്ക് എല്ലാ ആശംസകളും നേരുന്നു. നമുക്ക് MBSനെ നമുക്കും ഇഷ്ടമാണ്. അതെ അതെ, കാരണം അദ്ദേഹം മനുഷ്യപക്ഷത്താണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.